പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോവാണ്. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിന് കയറിയിട്ട് നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എന്താ പറയുക, രാത്രി 9:30 വെസ്റ്റ് കോസ്റ്റ് ഇവിടെ എത്തും. അതുപോലെ തന്നെ 3:34 കാനങ്ങാട് എത്തുമ്പോൾ. അപ്പോൾ എന്താ പറയുക, മൊത്തം രാത്രിയായിരിക്കും ഇന്നത്തെ യാത്ര. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് പ്ലാറ്റ്ഫോം 1-ലാണ്. ഇപ്പുറത്ത് കാണുന്ന പ്ലാറ്റ്ഫോം 1A എന്ന് പറയും. 1A. എക്സിറ്റൊക്കെ വരുന്നത് പ്ലാറ്റ്ഫോം 1A-ലാണ്. പിന്നെ അതുപോലെ തന്നെ 1A കാര്യമായിട്ടൊന്നുമില്ല, പീടിയായ ഒന്നുമില്ല. അതെല്ലാം ഉള്ളത് ഈ 1-ൽ തന്നെയാണ്. വെയിറ്റിംഗ് ഹാളൊക്കെ ഉള്ളത് 1-ൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 8:13 ഇനിയും 1.5 മണിക്കൂറുണ്ട് ട്രെയിൻ വരാൻ. മൈക്ക് ചെറുതായിട്ട് പണിയെന്ന് ഗൈസ്. അപ്പോൾ ട്രെയിനിൻ്റെ അകത്തു നിന്നുള്ള വീഡിയോ എടുക്കുന്നത് കുറച്ച് ഷോക്കായിരിക്കും. എന്താ പറയുക, ഇങ്ങനെ കാറ്റിൽ അടിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടാകുമ്പോൾ വീഡിയോ എടുക്കണം. എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ പാലക്കാട് വരെ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ രാത്രിയാവും. ഫുള്ള് ഇരുട്ട് ഓൾറെഡി ആയി. രാത്രിയാവും, ഉറങ്ങുന്ന ടൈമാവും. പിന്നെ 3 മണിക്ക് എഴുന്നേറ്റ് കാനങ്ങാട് എത്തുന്ന കാണിക്കാൻ പറ്റൂ. പിന്നെ ഉറങ്ങിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, കാരണം ഞാൻ മംഗലാപുരം സെൻറ്ററിലൊരു ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതിൽ ഉറങ്ങിപ്പോയെങ്കിൽ എനിക്കൊരു അനുഭവം ഉണ്ട് ഈ വെസ്റ്റ് കോസ്റ്റിൽ. കാനങ്ങാട് അറിയാതെ ഉറങ്ങിപ്പോയിട്ട് മംഗലാപുരത്ത് എത്തിയൊരു അനുഭവമൊക്കെ ഉണ്ട് വെസ്റ്റ് കോസ്റ്റിൽ. പിന്നെ ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയൊന്നും വരാനില്ല എന്ന് തോന്നുന്നു. മേട്ടുപ്പാളയത്തേക്കൊരു ട്രെയിൻ പോകാനുണ്ട്. ഇവിടെ ജംഗ്ഷൻ വരാനുള്ള കാരണം, കോയമ്പത്തൂർ ജംഗ്ഷനാണല്ലോ. അപ്പോൾ ഈ കോയമ്പത്തൂർ ജംഗ്ഷൻ വരാനുള്ള കാരണം ഇവിടെ നിന്ന് 3 ലൈനുകളാണ് പോകുന്നത്. ഒന്ന് നമ്മുടെ പാലക്കാട് ഭാഗത്തേക്ക്, ഒന്ന് ഇവിടുന്ന് ഈറോഡ് ഭാഗത്തേക്ക്, പിന്നെ മറ്റൊന്ന് ഇവിടുന്ന് നീലഗിരി മേട്ടുപ്പാളയത്തിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ജംഗ്ഷൻ വന്നത് കേട്ടോ. പിന്നെ ഈ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റാണ് കേട്ടോ. അതായത് MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് മംഗലാപുരം സെൻട്രലിലേക്ക് പോകുന്ന വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അതുപോലെ തന്നെ ഇതിന് വെസ്റ്റ് കോസ്റ്റിനുള്ള പേര് വരാനുള്ള കാരണം, ഈ വണ്ടി ഓടുന്നത് അറിയാമല്ലോ, മംഗലാപുരത്തേക്ക് അറിയപ്പെടൽ ഇന്ത്യൻ്റെ ഒരു വെസ്റ്റ് കോസ്റ്റിലെ ഏരിയ നല്ല അറിയപ്പെടൽ. അപ്പം അങ്ങനെയാണ് ഇതിന് വെസ്റ്റ് കോസ്റ്റ് നല്ലൊരു പേര് വീണത്. ഈ വണ്ടി ആദ്യമായിട്ട് ഓടിയത് 1965 ഏപ്രിൽ 1-നാണ്. അന്ന് ഇത് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് മാത്രമായിരുന്നു പേര്. 16627 ആയിരുന്നു ട്രെയിൻ നമ്പർ. പിന്നീട് 2014 ഇത് വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ട്രെയിനിൻ്റെ നമ്പർ മാറി, 2263738 അങ്ങനെ. ഇവിടെ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നുണ്ട്. ഇത് കോയമ്പത്തൂർ SMVT ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് അതല്ല, അത് ഓൾറെഡി വന്നു. അപ്പോൾ ഇത് വന്ദേ ഭാരത്, ഇത് ചെന്നൈ കോയമ്പത്തൂർ ആയിരിക്കും. അപ്പം അല്ല, ചെന്നൈ കോയമ്പത്തൂർ ആണോ അറിയില്ല കേട്ടോ. തമിഴ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് വരട്ടെ. ഇത് മൊത്തം തമിഴ് ഇല്ലോ എല്ലാത്തിലും. അതെ, ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരത് തന്നെ. ഇതിവിടെ വന്നു. നമ്മളെ വണ്ടി പ്ലാറ്റ്ഫോം 1-ലേക്കാണ് വരുത്തുമെന്ന് പറഞ്ഞ്, ഇതിപ്പോൾ മാറ്റുമായിരിക്കും നമ്മളെ വണ്ടി വരേണ്ട ടൈം ആകുമ്പോഴേക്ക്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ സബ്വേയിലാണ്. ഇവിടെ ഇത് എന്തിയപ്പാ ഫുഡ് ഓവർ പിടിച്ചൊന്നും ഞാൻ കണ്ടില്ല. ഈ ഒരു സബ്വേ മാത്രമേ കണ്ടില്ലൂ പ്ലാറ്റ്ഫോമൊക്കെ മുറിച്ച് കിടക്കാൻ. ഇത് പ്ലാറ്റ്ഫോം 2-ആണ്. ഈ പ്ലാറ്റ്ഫോം 2-ലുള്ളത് ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് കോയമ്പത്തൂർ വന്ദേ ഭാരത്. മിയാനും മഡിഗാവ് വന്ദേ ഭാരതിൻ്റെ ഒപ്പരം തന്നെ ഉദ്ഘാടനം നടത്തിയൊരു ട്രെയിനാണിത്. സബ്വേൻ്റെ ഇങ്ങേ അറ്റത്തുള്ളതാണ്. ഈ അറ്റത്ത് ഇവിടെയും വഴിയുണ്ട്, ഇവിടെയും വഴിയുണ്ട്. ഇത് എങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം 1A-യും അതുപോലെ തന്നെ എക്സിറ്റും, അത് 2 വഴിക്കാണ്. പ്ലാറ്റ്ഫോം 1 വരുന്നത് വേറെ അപ്പുറത്താണ്. നേരത്തെ കാണിച്ചില്ല അപ്പുറത്തുനിന്ന്. ഞാൻ ഈ സ്റ്റെപ്പ് സൂക്ഷിച്ച് നോക്കിയിട്ടാകുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഓരോ റോൾസ്
റൂൾസ് അല്ല, നമുക്ക് ഓരോ അറിവ് പറഞ്ഞു തരുന്നത്. ടേക്ക് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം, യൂസ് ഡസ്റ്റ്ബിന്, ഡോണ്ട് ടച്ച് അൺഐഡൻറ്റിഫൈഡ് ഒബ്ജക്റ്റ്, നെവർ ക്രോസ് എ ക്ലോസ്ഡ് എൽ ക്രോസ്, ഇങ്ങനെ കുറേ എന്തെല്ലാം ഉണ്ട്. പിന്നെ അപ്പുറം ഫുള്ള് എന്തോ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടില്ലാന്ന്. പിന്നെ ഈ കയറുന്ന ഈ വയ്യെന്ന് നോക്കല്ലോ, എന്ത് രസം കാണാൻ. ഇങ്ങനൊരു കയറ്റം പോലെ, എന്താ പറയുക, കീച്ചറ കയറ്റം, നിങ്ങൾ എന്താ പറയുക, ഞാൻ കയറ്റം, നമ്മളെ കയറ്റം എന്നാ പറയുക, കയറ്റം പോലെയാണല്ലേ ഈ ഒരു വഴി. പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ്. 9:30 ഇവിടെ എത്തേണ്ട വണ്ടി ഇവിടെ തന്നെ എത്ര മണിക്കറിയോ, 10:12 ആവും. അതുപോലെ തന്നെ കേരള സൂപ്പർ ഫാസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതര കണ്ടിട്ട് ഞാൻ നേരിട്ട് ഇതര കണ്ടിട്ടാണ്. പറ്റുവാണെങ്കിൽ പ്ലാറ്റ്ഫോം 3 പോകണം. പക്ഷെ അത് 2 ടൈമിങ് കൊല്യൂഷൻ ആവും, വെസ്റ്റ് കോസ്റ്റും കേരള സൂപ്പർ ഫാസ്റ്റും. അതുകൊണ്ട് നോക്കാം, പറ്റുമെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം നമുക്ക്. പിന്നെ ട്രെയിൻ ലേറ്റ് ആയാൽ നല്ലതന്നെ അറിയുമ്പോൾ വീടെടുക്കാനില്ല. പക്ഷെ കുറച്ചധികം ഉറങ്ങാമല്ലോ. കാനങ്ങാട് എത്തുമ്പോഴേക്ക് 4:30 ആണെങ്കിൽ ഒരു 4 മണി വരെയെങ്കിലും ഉറങ്ങാമല്ലോ. ടൈം ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ടൗണിൽ ഇങ്ങോട്ടേക്ക് ഒരു ജസ്റ്റ് വരാൻ വിചാരിച്ചു. ഇതാ ഇവിടെ ഒരു ഉപേക്ഷിച്ചൊരു ട്രെയിനിൻ്റെ കോച്ചൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടവർ. പിന്നെ അതാ കോയമ്പത്തൂർ സിറ്റിയുടെ തിരക്കാണ് കാണുന്നത്. എല്ലാവർക്കൊന്നുമില്ല, എന്നാലും ബസ്സൊന്നും കാണുന്നില്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് ബസ്സൊന്നും വരുന്ന കാണുന്നില്ല. ഫുള്ള് ഓട്ടോ തന്നെയാണുള്ളത്, മെയിനായിട്ട് ഓട്ടോ തന്നെയാണുള്ളത്. അതങ്ങ് അവിടെ കാണുന്നത് ബസ് സ്റ്റാൻഡ് ആണെന്ന് തോന്നുന്നു, എനിക്ക് നേരെ അറിയില്ല. പിന്നെ ഏതാ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഈ കോയമ്പത്തൂർ ജംഗ്ഷന് സേലം ഡിവിഷൻ്റെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. സദേൺ റെയിൽവേയിൽ സേലം ഡിവിഷൻ്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ മൊത്തത്തിൽ 6 പ്ലാറ്റ്ഫോം ഉണ്ട് കോയമ്പത്തൂർ ജംഗ്ഷനിൽ. ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗ് അത് ഇവിടെ നിന്ന് തന്നെ കാണുന്നുണ്ട്, ഇന്ത്യൻ്റെ ഫ്ലാഗ്. ഓ ഈ ലൈറ്റ് എന്തൊരു ലൈറ്റ്. ഓക്കെ അതാ ഇന്ത്യൻ്റെ ഫ്ലാഗ്. ഓ ലൈറ്റ് ഇല്ലാതെ ഫ്ലാഗും ഇല്ല. ഞാൻ പ്ലാറ്റ്ഫോം 5, 6 ഉള്ള ഭാഗത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു വണ്ടി KSR ബംഗളൂരു നിന്ന് കോയമ്പത്തൂരിലേക്ക് വരുന്ന ഉദയ് എക്സ്പ്രസിൻ്റെ റേക്ക് അവർ ഷണ്ടിങ്ങിനെ ക്ലീൻ ചെയ്യാൻ കൊണ്ടുവന്ന്, ഷണ്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്ന്. ഉദയ് എക്സ്പ്രസ് ഉത്കൃഷ്ട് ഡബിൾ ഡക്കർ എയർ കണ്ടീഷണർ യാത്ര ചെയ്യുന്ന അതിൻ്റെ ഫുൾ ഹാൻഡ് വരുന്നത്. ഡബിൾ ഡക്കർ വണ്ടിയാണ്. ഇതുപോലത്തെ സാധനം. ആദ്യമായിട്ടാണ് ഒരു ഡബിൾ ഡക്കർ ട്രെയിൻ നേരിട്ട് കാണുന്നത്. ഇത് കൊള്ളാട്ടോ, എന്ത് വലിപ്പം. ഞാൻ സബ്വേൻ്റെ ആ എൻഡിൽ നിന്ന് അതിൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്ത് നിന്ന് റെയിൽ കടന്ന് നേരെ 6 വന്നിട്ട് ഇതാ ഇപ്പോൾ ഈ വഴിയിലൂടെ ഇങ്ങോട്ട് വന്ന് കേരള എക്സ്പ്രസ് വരുന്നുണ്ട്. ഈ കേരള എക്സ്പ്രസ്സിൽ പോകേണ്ട തിരക്കൊക്കെ ഇവിടെ എൻ്റെ റബ്ബി. ട്രെയിൻ അങ്ങ് ഓടുന്ന വരുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല, തിരക്കായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു വാപ്പ് 7 ആണ് കേട്ടോ.
ഹംസഫറിൻ്റെ ലിവറി. കേരള എക്സ്പ്രസ്സിനെ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ഒരിക്കൽ ഈ വണ്ടി കണ്ടില്ല. അപ്പോൾ അറിയോ, ഞാൻ ചെന്നൈ എഗ്മോറിൽ ചെന്നൈയിലേക്ക് യാത്ര ചെയ്തൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോയിൽ കോയമ്പത്തൂരിൻ്റെ ഔട്ടറിൽ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന കേരള എക്സ്പ്രസ്സിനെ കണ്ടിട്ട് കോയമ്പത്തൂർ സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകുന്ന കേരള സൂപ്പർ ഫാസ്റ്റിനെയും കണ്ടു. നമ്മുടെ വണ്ടി റേറ്റ് ഷെയറിംഗ് ഉണ്ട്. വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ്, മെയിൽ സൂപ്പർ ഫാസ്റ്റുമായിട്ട് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മലബാറും മാവേലിയും, ഈ 4 വണ്ടികൾ കണക്റ്റഡാണ്. വെസ്റ്റ് കോസ്റ്റും മലബാറും മാവേലിയും മെയിലും. അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. ഇപ്പോൾ വെസ്റ്റ് കോസ്റ്റിൽ S9 വരെ ഉണ്ടെങ്കിലും മാവേലിലും S9 വരെ ഉണ്ടാവും. ഈ 4 വണ്ടിയിൽ S9 വരെ ഉണ്ടാവും. അപ്പോൾ ഈ 4 വണ്ടിയിൽ ഏതെങ്കിലും വേണ്ടി LHB ആയാൽ മതി. 4 വണ്ടിയും LHB ആവും. അതൊരു ആശ്വാസമാണ്. മലബാറിനും മാവേലിക്കും ഫസ്റ്റ് AC ഉണ്ടല്ലേ, അത് കിട്ടാനുള്ള കാരണം വെസ്റ്റ് കോസ്റ്റിന് ഫസ്റ്റ് AC വരുമ്പോഴാണ് ഈ 4 വണ്ടിക്കും ഫസ്റ്റ് AC വന്നത്. അതുപോലെ തന്നെയാണ് വെസ്റ്റ് കോസ്റ്റ് കുറച്ച് പ്രയോറിറ്റിയുള്ള ട്രെയിനാണ്, കുറച്ച് പ്രയോറിറ്റിയുള്ള സൂപ്പർ ഫാസ്റ്റാണ്. അപ്പോൾ അത് ചിലപ്പോൾ LHB ആയേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാവേലിനെയും മലബാറിനെയും ഒക്കെ LHB ആയിട്ട് കിട്ടും. വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 1ഉം 1A വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 1A എൻ്റേത് S9 സ്ലീപ്പറിൽ 9. മുമ്പിൽ അൺറിസർവ്ഡ് മൊത്തം ഫുള്ളാണ് കേട്ടോ. ഇതേ പോണ S9. മുന്നോട്ട് പോയി നമുക്ക് ഇതിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് നടക്കാം. കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് വിടുമ്പോൾ തന്നെ TT ചെക്കിങ്ങിനാണ്. അതുകൊണ്ട് വിടുന്ന നേരം എടുക്കാനില്ല, ഡിപ്പാർട്ട് ചെയ്യുന്ന നേരം എടുക്കാനില്ല. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഈ യാത്ര ചെയ്യുന്നത് ഞാൻ ജനുവരി 9-നാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തത് ജനുവരി 5-നാണ്. ജനുവരി 5 ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. വെയിറ്റ് ലിസ്റ്റ് 38 അങ്ങനെ ആയിരുന്നു. പിന്നീട് ചാർട്ട് അടിക്കുമ്പോൾ ടിക്കറ്റ് കൺഫേം ഉണ്ടായി. അത് നിങ്ങളൊരു കാര്യം വെച്ചാൽ മതി, ഈ ലോങ് ഡിസ്റ്റൻസിൽ ഓടുന്ന ട്രെയിനേക്കാൾ ഷോർട്ട് ജേർണി എടുക്കുന്നതിനെ കൊണ്ട് വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിൽ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം വരാതെ കൊച്ചൂരി പോർട്ട് അതൊക്കെ വേണ്ടിയാണ് വെയിറ്റ് ലിസ്റ്റ് ആണ്. ടിക്കറ്റ് കൺഫേം ചെറിയ ഡിസ്റ്റൻസ് ഈ കാസർഗോഡ് എറണാകുളം
ട്രെയിൻ ഇപ്പോൾ പോത്തന്നൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പോത്തന്നൂർ ട്രെയിൻ അങ്ങനെ പോത്തന്നൂർന്ന് വിട്ട് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കടന്നുറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ നാളെ നമുക്ക് എവിടെ നിന്ന് എഴുന്നേക്കുന്നത് അവിടെ നിന്ന് കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ ഇതാ എത്താനായി. ഒരു കുറച്ച് പോകാണ്ട് തലശ്ശേരി കയറ്റി ഇപ്പോൾ ഓടിക്കൊടുക്കുന്നില്ല. ഞാനിതാ ആ ഡോറൊക്കെ അടിച്ചിട്ടാണുള്ളത്. ട്രെയിൻ നല്ല രീതിക്ക് തന്നെ സ്പീഡുണ്ട്. നല്ല രാത്രി കയറിയ പാടനെ കടന്നുറങ്ങി സുഖമായിട്ട് ഉറങ്ങി. ഇപ്പം അടിക്കുന്നത്ര തലശ്ശേരി എത്തിച്ചാൻ പറഞ്ഞ് ഇപ്പം അടിച്ച് വന്നതാണ്. അപ്പോൾ ഇനി 2 സ്റ്റോപ്പ് ഉണ്ട്, കണ്ണൂറും പയ്യന്നൂരും നീലേശ്വരവും. കോയമ്പത്തൂരിന് 275 കിലോമീറ്റർ കവർ ചെയ്തിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2:27 എത്തണ വണ്ടി 3:07 അരമണിക്കൂറിൻ്റെ അടുത്തിട്ടില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണല്ലേ. ഇപ്പം ഇവിടെ ട്രെയിനൊന്നും വരാനില്ല. ഇനി പരശുരാമാണ് ആദ്യത്തെ വണ്ടി ഈ മറ്റേ കോഴിക്കോട് ഭാഗത്തേക്ക്. വേറെ വണ്ടികളൊന്നുമില്ല. ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ വന്നിരിക്കുകയാണ്. വിജയവാഡൻ്റെ ബാഗ് 9 വെച്ചിട്ടുള്ള ഒരു ഗുഡ്സ് ട്രെയിൻ. BC തന്നെ റേക്കാണ്ടത്. നോർത്തേൺ റെയിൽവേയുടെയാണ്. BC NMI എന്നാണ് ഈ ഒരു റേക്കിൽ അവർ എഴുതിയിട്ടുള്ളത്. നമുക്കുള്ള സ്റ്റാർട്ടറായി കഴിഞ്ഞ് ഇപ്പോൾ എടുക്കുന്നത് നമ്മളെ വണ്ടി. കോച്ചിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ S9 ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഉപകാരമാണ്. ഇല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് തലയിട്ടോക്കേണ്ട അവസ്ഥയാണ് കോച്ച് കണ്ടുപിടിക്കാൻ. അപ്പോൾ പെട്ടെന്ന് കയറുന്നവർക്കൊക്കെ ഇത് ഒരു ഹെൽപ്ഫുള്ളാണ്. പട്ടണം പുഴ
പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിരിക്കുകയാണ് ട്രെയിൻ. പിന്നെ അടുത്തത് നീലേശ്വരം, അത് കഴിഞ്ഞാൽ കാനങ്ങാട്. കോയമ്പത്തൂർ നിന്ന് 338 കിലോമീറ്റർ കവർ ചെയ്തിപ്പോൾ ഇതാ കാനങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 50 മിനിറ്റ് ഡിലേ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ഇറക്കിയ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് മംഗലാപുരത്തിന് ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് 5:40 മംഗലാപുരത്ത് എത്തും. ഇപ്പം ഉണ്ടായ 50 മിനിറ്റ് അതെല്ലാം പോവും. ബഫർ ടൈം ഉണ്ട് കുറേ. ഇവിടുന്ന് മംഗലാപുരത്തേക്ക് 1 മണിക്കൂറേ ഇല്ല ശരിക്കും. ഇതിന് 2.25 മണിക്കൂറുണ്ട്. അതായത് ബാക്കി 1.25 മണിക്കൂർ ബഫറാണ്, എക്സ്ട്രാ കൊടുക്കുന്ന ടൈം. ഇതിൽ തേർഡ് AC എല്ലാം പുറകിലാട്ടണ്ടേ. ഇതിനിപ്പോൾ മംഗലാപുരത്ത് നിന്ന് തിരിച്ച് മെയിലായിട്ട് പോകും. ഇന്ന് ഉച്ചക്ക് 2 മണിക്ക് പോകും. പിന്നെ ഇന്ന് മെയിലായിട്ട് വരുന്ന വണ്ടി ഇന്ന് രാത്രി വെസ്റ്റ് കോസ്റ്റ് ആയിട്ട് ചെന്നൈയിലേക്ക് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ റെക്സ് അറിയുക. ഇപ്പോൾ കാനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇതാണ് മെയിൻ എൻട്രൻസ്, ഫ്രണ്ടിൽ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഇറങ്ങാൻ ഒരു വെയിറ്റിംഗ് ഏരിയ ആണ്. അപ്പം നമുക്ക് തന്നെ വീട്ടിലേക്ക് പോവാം. ഇതായി പോയാൽ മതി. നമ്മളെ ഇൻട്രോ സ്പോട്ടായ മരമൊന്നും വിസിബിൾ ആവുന്നില്ല ഇരുട്ട് കാരണം. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണ്. കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ എല്ലാം മൊത്തം പണിയെടുക്കുന്നതാണുള്ളത്. ഇവിടെ ഉണ്ടായ കുറേ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി. ഇവിടെ എന്ത് പണിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അരിമല ഹോസ്പിറ്റൽ. ഇരുട്ട് കാരണം ഒന്നും കാണൂല. ആ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ടാണോ ഇവിടെ പണിയെടുക്കുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും ഇവിടെ പണിയെടുക്കുന്നുണ്ട്. കുറേ മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് മാറ്റി. ഇതിവിടെ ഒരു കനാല് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്, വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ്, ഫ്ലാഷ് ഓൺ ആക്കി കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ എന്തെങ്കിലും ആയിരിക്കും. പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് എന്ന് പറയാൻ പറ്റൂല, ഇവിടത്തേക്ക് അറിയില്ല എനിക്ക്. നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതാണ് അരിമല ഹോസ്പിറ്റൽ. റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ അരിമല ഹോസ്പിറ്റൽ.
ഇവിടുത്തൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ട്രെയിൻ ഇറങ്ങി അങ്ങ് അതുവഴി നടന്ന് തന്ന ഹോസ്പിറ്റലിലേക്ക് എത്താം. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോഴേ വണ്ടിയൊന്നും വരാനില്ല, 2 ഭാഗത്തുനിന്നായാലും. സമയം 5 മണിയായി. ഇനി മംഗളൂരു ഭാഗത്തേക്ക് 5:40 ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റും പിന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പരശുരാം എക്സ്പ്രസ് വന്ന് ഇനിയിപ്പം വരാനില്ല. പരശുരാം 6:05 അപ്പോൾ അതുവരെ ഇനി ഇവിടെ അനക്കമൊന്നും ഉണ്ടാവില്ല, ട്രെയിനൊന്നും വരാനില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം അനൗൺസ്മെൻറ്റ് നിന്നപ്പോൾ എന്ത് സൈലൻ്റ് ആക്കി. ഇവിടെ മൊത്തം സൈലൻ്റ്, ആരും ഇല്ല, മൊത്തം സൈലൻ്റ്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് കാനങ്ങാട് വരെയുള്ള വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നത്. മുഴുവൻ രാത്രിയായിരുന്നു, അതുകൊണ്ട് അങ്ങനെയൊന്നും ചിത്രീകരിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ചിത്രീകരിച്ച വിഷ്വൽസും നേരെ കാണുന്നുണ്ടോയെന്നും അറിയില്ല രാത്രി ആയതുകൊണ്ട്. പിന്നെ മൈക്ക് ചെറുതായിട്ടൊരു പണിയാണ്, അതുകൊണ്ട് സൗണ്ട് ഇഷ്യൂസും ഉണ്ടാകും. മറ്റേ ജനലിന് പുറത്ത് ക്യാമറ ഇട്ട് വീഡിയോ എടുത്തതെല്ലാം, അതായത് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്ന വീഡിയോ എടുക്കുമ്പോൾ എന്നെ കാറ്റൊക്കെ ഇടിച്ച് കയറിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് പറയാമെന്നല്ലേ, ഇപ്പം എനിക്ക് നേരെ തിരക്കേക്ക് പോകണം ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെന്താ പറയുക, ഇനിയും ഒരുപാട് യാത്രയൊക്കെ വരാനുണ്ട്. ഞാൻ പരശുരാമിനും ഏറനാടുമായിട്ടുള്ളൊരു യാത്ര ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം നടക്കുമെന്നറിയില്ല, മൈക്ക് പോയ കാരണം. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ പറയുക, അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.